ആഗ്ര, ജയ്പൂർ, ഋഷികേശ്, അമൃത്സർ, പിന്നെ ഷിംല, മണാലി, ശ്രീനഗർ. ഇങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഡൽഹി. കേരളത്തിൽ നിന്ന് ഒരുപാട് ട്രെയിൻ ഡൽഹിക്ക് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പെട്ടെന്ന് എത്തുന്ന ഒരു ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. കേരളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും 40 മണിക്കൂർ കൊണ്ട് എത്തുന്ന രാജധാനി എക്സ്പ്രസിലെ 2 ടയർ AC യാത്ര എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫബീറാണ്. വെൽക്കം ബാക്ക് ട്രാവൽ വിത്ത് ഫബീർ. രാജധാനി ട്രെയിന് തൃശ്ശൂരിൽ നിന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥലം കടവല്ലൂരിൽ നിന്നായതുകൊണ്ട് പെരുമ്പലാവ് ടൗണിൽ നിന്ന് KSRTC ബസ്സിൽ കയറിയിട്ടാണ് ഞാൻ തൃശ്ശൂരിലേക്ക് പോകുന്നത്. നാഗർകോവിൽ, തിരുനെൽവേലി, മധുരൈ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേൾക്കുന്ന ഈ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടല്ലോ, അത് നമുക്കൊരു ഭയങ്കര നൊസ്റ്റാൾജിയാണല്ലേ. എനിക്ക് പല യാത്രകൾക്കും ഇതുപോലുള്ള അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ഓർമ്മ വരാറുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന 16:342 ട്രെയിനാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് 2:30 പുറപ്പെടുന്ന ട്രെയിൻ തൃശ്ശൂർ രാത്രി 11:55 എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മിഡ് നൈറ്റ് യാത്രയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി മുൻപത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. എസ്പെഷ്യലി നമുക്ക് യാത്ര തുടങ്ങുന്ന ട്രെയിനിലാകുമ്പോൾ നമ്മൾ ആക്ച്വലി കൊച്ചി ഭാഗത്തേക്കല്ല കയറുന്നത്, നമ്മൾ നേരെ ഓപ്പോസിറ്റ് കയറണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 2 നിന്നാണ് നമ്മളെ ട്രെയിൻ വരുന്നത്. ഏകദേശം 2 മിനിറ്റാണ് രാജധാനി ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് വെയിറ്റിംഗിലാണ്. ട്രെയിൻ ചെറുതായിട്ടൊരു ഡിലേ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം ഒരു 20 മിനിറ്റോളം ട്രെയിൻ ഡിലേ ഉണ്ട്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിട്ടുണ്ടല്ലേ. ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ 2021 നമ്മളെ കോവിഡൊക്കെ മാറിയുള്ള ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ട് രാജധാനി ട്രെയിനിൽ കയറുന്നത്. അന്ന് കൂടെ വൈഫ് ഉണ്ടായിരുന്നില്ല. എൻ്റെ കല്യാണത്തിന് തൊട്ട് മുൻപുള്ള ഒരു സമയമായിരുന്നു. ഞങ്ങൾ ഗോവയിലേക്കായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം. ആ സമയത്ത് നമ്മൾ രാജധാനി ട്രെയിനിൽ ഇതേ സമയത്ത് തൃശ്ശൂരിൽ നിന്ന് കയറിയിട്ടായിരുന്നു ഞാനെൻ്റെ ഫ്രണ്ടോടായിട്ട് യാത്ര ചെയ്തത്. അതിനുശേഷം പിന്നീട് നമ്മൾ 2023 നമ്മൾ ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ രാജധാനി ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തിരുന്നു. 30 കൂടുന്ന സമയത്തായിരുന്നു. അന്ന് പെട്ടെന്നുള്ളൊരു ചെറിയ സാഹചര്യം കൊണ്ട് നമുക്ക് ഫ്ലൈറ്റിനായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് അന്ന് മിസ്സായിട്ടുള്ളൊരു യാത്ര വീണ്ടും 2 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് ഈ ഒരു യാത്രയ്ക്ക് ഉണ്ട്. രാജധാനി എക്സ്പ്രസ് എന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻ. നമുക്ക് തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ 40 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 21 സ്റ്റേഷനാണ് ടോട്ടൽ ഈ ട്രെയിൻ കവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം സ്ഥലത്തൊന്നും നിർത്തില്ല. 40 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ആഴ്ചയിൽ 3 ദിവസം
അതായത് എല്ലാ ആഴ്ചയിലും 3 തവണയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇത് ഡൽഹിയിലേക്ക് പോകുന്നത്. ഒന്ന് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും പിന്നെ വെള്ളിയാഴ്ചയും. ഉച്ചയ്ക്ക് 2:45 കൂടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ രാത്രി 11:50 കൂടിയിട്ട് തൃശ്ശൂർ എത്തും. തൃശ്ശൂരിൽ നിന്ന് രാത്രി 11:50 ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ 40 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 12 കൂടിയിട്ടാണ് നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ടിക്കറ്റ് നിരക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു കാൽക്കുലേഷൻ ആണ് നമ്മൾ പറയുന്നത്. 3 ടയർ എ സിയിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾ നിസാമുദ്ദീൻ വരെ കൊടുക്കേണ്ടത് ഒരാൾക്ക് 5085 രൂപയാണ്. ഇനി നിങ്ങൾ അതൊരു 2 ടയർ എ സിയിലേക്ക് പോകുകയാണെങ്കിൽ അത് 6965. പിന്നെ 1 ടയർ എ സി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 8700 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. 1 ടയർ എ സിയിലാണ് കേട്ടോ നമുക്ക് കൂപ്പൊക്കെ കിട്ടുക. നമ്മൾ എടുത്തിട്ടുള്ള ടിക്കറ്റ് 2 ടയർ എ സി ടിക്കറ്റ് ആണ് കേട്ടോ. ഈ 2 ടയർ എ സിയിലാണ് ഇതുപോലെ കർട്ടൻസ് വരുന്നത്. ഫസ്റ്റ് ടയർ എ സിയിൽ നമുക്ക് ഡോർ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ നമുക്ക് കർട്ടൻസ് ആണ് വരുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്കൊരു 4 പേർക്ക് ഇരിക്കാവുന്നതും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് നോക്കുന്നത്. ബാത്റൂമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ കാലില്ല, ബാത്റൂമൊക്കെ ഇല്ല, ആളുണ്ട്. ഓക്കെ, നമ്മൾ നേരെ മുന്നോട്ട് ബോഗിയിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാജധാനിയുടെ ഒരു അറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ക്ലാസ് 2 ടയർ എ സിയിലെ 2ാമത്തെ ബോഗിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ 2 ടയർ എ സിയുടെ ഒരു പ്രത്യേകത. നമുക്ക് കർട്ടൻ ഇട്ടുകൊണ്ട് അത്യാവശ്യം നല്ല പ്രൈവസിയോട് കൂടിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഫസ്റ്റ് ടയർ എ സിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു സ്ലൈഡ് ഡോർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കർട്ടനാണ് വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ പണ്ടൊക്കെ 3 ടയർ എ സിയിൽ 3 പേരാണെന്നുണ്ടെങ്കിൽ 2 ടയർ എ സിയിൽ 2 പേരാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വീതിയുള്ള ഒരു ബർത്തായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 2 ടയർ എ സിയുടെ വാഷ്റൂമാണ്. നല്ലൊരു മിററും ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് മുന്നത്തെ അത്രയ്ക്കുള്ളൊരു ക്ലീൻ ആൻഡ് നീറ്റ് ഒന്നും ഇപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. കാരണം മുൻപൊക്കെ ഇതിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ കച്ചറായിട്ടാണ് കിടക്കുന്നത്. വാഷ്റൂമൊന്നും വൃത്തി എന്ന് പറഞ്ഞത് ഇല്ല. ആക്ച്വലി ഇത് നമ്മൾ ഇത്രയും പ്രൈസൊക്കെ കൊടുത്തിട്ട് വരുമ്പോൾ അതിനുള്ളൊരു ബാത്റൂം ഫെസിലിറ്റീസ് ഇതില്ല. അത് നമ്മൾ മറ്റേ ട്രെയിനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നീറ്റാണ്. പക്ഷേ ഞാനൊരു 4 ഇയേഴ്സ് മുൻപ് യാത്ര ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ക്ലീൻ ആൻഡ് നീറ്റൊന്നും ഇന്നിപ്പോൾ ബാത്റൂമിലൊന്നും കാണുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രാജധാനി ട്രെയിനിലെ 3 ടയർ എ സി എങ്ങനെയുണ്ടെന്നുള്ളതാണ്. ആക്ച്വലി നമ്മൾ മുൻപ് യാത്ര ചെയ്തിട്ടുള്ളത് 3 ടയർ എ സിയിലാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 3 ടയർ എ സി. നമ്മൾ ഒറ്റ ഓട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മൾ 6 പേരും ലെഫ്റ്റ് സൈഡിൽ 2 പേരും. ഇതാണ് ഒരു 3 ടയർ എ സിയിലെ സീറ്റ് കപ്പാസിറ്റി. അത് നമ്മൾ 2 ടയർ എ സിയിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ 4 പേരും ലെഫ്റ്റ് സൈഡിൽ 2 പേരും. ഇനി അത് 1 ടയർ എ സി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ 4 പേർക്ക് ഒരു കൂപ്പായിരിക്കും ഉണ്ടായിരിക്കുക, അതായത് സ്ലൈഡ് ഡോറൊക്കെ ആയിട്ട്. അത് ഞാൻ വഴിയായി കാണിച്ചു തരാം. राजधानी सुपरफास्ट एक्सप्रेस प्लेटफॉर्म नंबर 1 कृपया दृष्टया 1-2. അങ്ങനെ നമ്മൾ ഒരു 10 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ നമ്മൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗോവയിലൊക്കെ പോകുന്ന മിക്ക ആൾക്കാരും വന്ന് പെടുന്നൊരു സ്ഥലമാണ് മഡ്ഗാവിൽ. ശരിക്കും ഗോവയിൽ പോകുന്ന ഒരു തിവിയത്തിൽ ഇറങ്ങേണ്ടത്. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രെയിൻ മഡ്ഗാവിലുള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഗോവയിലൊക്കെ പോകണമെന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോവയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടെ ഏകദേശം ഒരു 5 മിനിറ്റോളം ഓൾട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഇനി ഇവിടെ നിന്ന് ഗോവ എങ്ങനെ കറങ്ങി കാണണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഐഡിയ കിട്ടണമെങ്കിൽ ഈ റെക്കമെൻഡേഷനിൽ വീഡിയോ ഉണ്ടല്ലോ, അതൊന്നും പോയി കണ്ടാൽ മതി കേട്ടോ. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നിന്ന് മുൻപ് വന്നുള്ള യാത്ര വെച്ചിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിലെ 1 ടയർ എ സി കേട്ടോ. അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ കൂപ്പുകളാണ്. ഇതിൽ 4 പേര് ഇരിക്കാവുന്ന കൂപ്പുകളുണ്ട്. അതുപോലെ ഫസ്റ്റിലും ലാസ്റ്റിലായിട്ട് സിംഗിൾ കൂപ്പുകളാണ്. അത് കപ്പിൾസിനൊക്കെ പറ്റിയിട്ടുള്ള ഇതാണ്. ഏകദേശം ഡൽഹിയിലേക്ക് നമ്മൾ 8000 രൂപയാണ് ചാർജ് വരുന്നത്. പക്ഷേ ഇതിലെല്ലാത്തിലും ആളുള്ളതുകൊണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാൻ ഒരു ഗ്യാപ്പില്ല. ഇപ്പോൾ ഉള്ളത് 2 ടയർ എ സിയിലാണ്. 2 ടയർ എ സിയിൽ ഇതേപോലത്തെ ഒരു ക്യാബിന് കിട്ടുക ഭയങ്കര രസമാണ്. അതായത് ഒരു സീറ്റ്, അതേപോലെ മുകളിലെ ഒരു സീറ്റ്.
ഇതിൽ കറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിട്ട കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. ഈ ഒരു സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് AC വരുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഡോറായിരിക്കും. പിന്നെ അതുപോലെ മിറർ ചിലപ്പോൾ വാളുണ്ടായിരിക്കും. നമുക്കൊരു ചെറിയ മിററാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ 2 ടയർ AC ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് ഇതായിരുന്നില്ല, നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള സീറ്റായിരുന്നു. പക്ഷേ ഈ ഒരു ക്യാബിൻ കാലിയായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ സെയിം ഫെയർ തന്നെയാണ്, നമ്മൾ ആ ടിക്കറ്റിനടുത്ത് സെയിം ഫെയർ തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷേ നമുക്ക് ഇതെല്ലാം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആദ്യം TTRോട് ഇതിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ TTR അല്ല, TTRയുടെ ശിങ്കടി, അതായത് അവിടുത്തെ ഫുഡ് അതുപോലെ ക്ലീനിങ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ വന്നിട്ട് നമ്മളോട് പറഞ്ഞു നമ്മൾ TTRോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവരോട് പോയി TTRോട് പോയി സംസാരിച്ചോ എന്നൊന്നും അറിയില്ല. തിരിച്ച് നമ്മളോട് വന്നിട്ട് പറഞ്ഞു ആ കൂപ്പയ്ക്ക് അതിൽ വേണം നിങ്ങൾക്ക് ഇരിക്കാൻ, നോ ഇഷ്യൂ, പെർ ഹെഡ് നിങ്ങൾ ഒരു എമൗണ്ട് പറഞ്ഞു. ഞാനൊരു 100-200 കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറിയിരിക്കാം, കാരണം സെയിം ഫെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ കാലി ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. പക്ഷേ എന്നോട് പറഞ്ഞത് ഒരാളെ സീറ്റിന് 3000 രൂപയാണ് എന്നോട് സീറ്റ്. അതായത് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ള ഈ 2 ടയർ ACയുടെ ടിക്കറ്റ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് എടുത്തിട്ടുള്ള സെയിം ഫെയർ തന്നെയാണ് ഈ ഒരു സീറ്റിന് വരുന്നത്. പക്ഷേ സീറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണതിന് പെർ ഹെഡ് എന്നോട് 3000 രൂപയാണ് ഇവർ ചോദിച്ചത്. അപ്പോൾ എമ്മാതിരി കൊള്ളയാണ് ഈ ഒരു ട്രെയിനിൽ നടക്കുന്നുള്ളതാണ് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയത്. ഇന്നലെ നൈറ്റ് ഒരു 7:15 പുറപ്പെടുന്ന ട്രെയിന് നാളെ, അതായത് നാളെ ഉച്ചയ്ക്ക് 12 കൂടിയിട്ടായിരിക്കും നിസാമുദ്ദീനിലെത്തുന്നത്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് ഒരാൾ ഡൽഹിയിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അയാൾക്ക് ടോട്ടൽ എത്ര രൂപ ചിലവ് വരും. അത് രാജധാനി എക്സ്പ്രസിലും പിന്നെ നോർമൽ ട്രെയിനിലും പോകുമ്പോൾ കാൽക്കുലേഷനാണ് നമ്മളോട് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചേക്ക്. നമ്മൾ ആദ്യം രാജധാനിയിലുള്ള നമ്മൾ എക്സ്പെൻസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5085 നമ്മൾ 3 ടയർ AC നോക്കുന്നത്. 2 ടയറും 1 ടയറും നമ്മൾ നോക്കുന്നില്ല, കാരണം ഒരു 3 ടയർ ACയിലെ യാത്രയ്ക്ക് അത്യാവശ്യം ബഡ്ജറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 ടയർ ACയിലെ കാൽക്കുലേഷനാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. രാജധാനി ട്രെയിനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെയുള്ള ഒരു യാത്രാ ചെലവ് എന്ന് പറയുന്നത് 5055 രൂപയാണ്. ഇനി ഫുഡ് മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ചെയ്യേണ്ടി 2 ദിവസം ആയതുകൊണ്ട് തന്നെ 2 ദിവസത്തെ ഫുഡുണ്ട്. ഒരു ദിവസത്തെ ഫുഡിന് നമ്മൾ ആവറേജ് 500 വെച്ചിട്ട് 2 ദിവസത്തെ ഫുഡിന് ഒരാൾക്ക് വരുന്നത് 1000 രൂപ. അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ എത്താൻ വേണ്ടിയിട്ട് രാജധാനി ട്രെയിന് നമ്മൾ കൊടുക്കേണ്ടത് ടോട്ടൽ 6085 രൂപയാണ്. ഇനി നമ്മളത് റിട്ടേൺ കൂടി അതേപോലെ നോക്കുകയാണെന്നെങ്കിൽ ടോട്ടൽ നമുക്ക് വരുന്നത് 12170 രൂപ. ഈ ഒരു കാശുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിന് പോകാട്ടോ. ഇനി ഇതേ യാത്ര തന്നെ നമ്മൾ മറ്റ് നോർമൽ ട്രെയിനിൽ പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് നമ്മൾ സ്ലീപ്പർ ക്ലാസ് നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ വരുന്നത് 1125 രൂപയാണ്. പിന്നെ 2 ദിവസം ഫുഡിനായിട്ടുള്ള 1000 രൂപയും കൂട്ടി കഴിഞ്ഞാൽ 2125 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്താൻ പറ്റും. സ്ലീപ്പർ ക്ലാസ് ആണ്, അതായത് AC ഉണ്ടായിരിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലാണ് നിങ്ങൾ ഡൽഹിയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 4250 രൂപയാണ്. 3 ടയർ ACയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം വരെ ഒരാൾക്ക് വരുന്നത് 2750, പിന്നെ 2 ദിവസം ഫുഡിന് 1000 രൂപയും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ വൺ സൈഡ് വരുന്നത് 3750 രൂപയാണ്. അതിന് റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7500. 7500 AC കോച്ചിൽ യാത്ര അത്യാവശ്യം വെർത്താണ്. നമുക്ക് രാജധാനി കമ്പയർ ചെയ്തിട്ട് ഒരു 10 മണിക്കൂർ ഈ ട്രെയിൻ ലേറ്റ് ആവും എന്നുള്ളതാണ്. കാരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തിരുവനന്തപുരം മുതൽ ഡൽഹി വരെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കയറുമ്പോൾ അതിനനുസരിച്ച് ചെറിയ വേരിയേഷൻസ് ഒക്കെ ടിക്കറ്റിൽ വരാനുണ്ട്. നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തിരുവനന്തപുരം മുതൽ നിസാമുദ്ദീൻ വരെയുള്ള ഒരു കാൽക്കുലേഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ 3 ടയർ ACയോ അല്ലെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സോ നോർമൽ ട്രെയിനിൽ എടുക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾ രാജധാനി പോലെ ട്രെയിനിൽ എടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വരുന്ന ഈ ഒരു കോസ്റ്റ് കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിന് ഡൽഹി പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ സീസൺ ആണ്. അപ്പോൾ കാൽക്കുലേഷൻ ഏകദേശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ എത്തിയിട്ട് ആഗ്രയിലെ താജ്മഹലും ഡൽഹിയിലെ കുത്തബ് മിനാറും മുതലായിട്ടുള്ള ഹിസ്റ്ററിക്കൽ പ്ലേസൊക്കെ നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു പാക്കേജൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. ഇതുപോലുള്ള ട്രാവൽ റിലേറ്റഡ് വീഡിയോസിനായിട്ട് ട്രാവൽ വിത്ത് ഫബി എന്ന അക്കൗണ്ട് ഉണ്ടല്ലോ, അത് ഇപ്പം തന്നെ ഫോളോ ചെയ്യാം.